പി ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാറ്. എല്ലാവരുമായും നല്ല സുഹൃത്തത്വം വെത്തുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയ ശിവനും പാപിയായിടും. ദല്ലാൽ നന്ദകുമാറുമായുള്ള ചങ്ങാത്തം പി ജയരാജന് പണിയായോ? പി ജയരാജനെ CPM കൈവിടുകയാണോ? പി ജയരാജൻ എത്തിപ്പെട്ടത് ഒരു ചീത്ത കൂട്ടുകെട്ടിലാണെന്ന് പറയാൻ പിണറായി വിജയന് രണ്ട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് പിണറായി അങ്ങേയറ്റം വെറുക്കുന്ന ദല്ലാൽ നന്ദകുമാറുമായുള്ള ചങ്ങാത്തം. രണ്ടാമത്തതാണ് അതിലും പ്രധാനം. അത് പിണറായി വിജയൻ അങ്ങേയറ്റം വെറുക്കുന്ന ആ ദല്ലാൽ നന്ദകുമാറുമായി ചേർന്ന് BJP നേതാക്കളുമായി പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തി എന്നത്. ഇത് പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല എന്ന സന്ദേശമാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ദിനം നടത്തിയ പ്രതികരണത്തിലൂടെ പിണറായി വിജയൻ നൽകുന്നത്. പാർട്ടിയുടെ ശിക്ഷകളിലൊന്നായ പരസ്യശാസന പിണറായി നേരിട്ട് തന്നെ നടപ്പാക്കി. ശരിയാണ്. പക്ഷെ ഇതിൽ കൂടുതൽ ഗൗരവമുള്ള കാര്യങ്ങൾ അതിനുശേഷവും പിണറായി വിജയൻ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഭാഗം കൂടി നമുക്ക് കേൾക്കാം. അതിലും കൃത്യമായി എന്തുകൊണ്ട് പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞു, അതിൽ എത്രമാത്രം ഗൗരവമുണ്ട് എന്നുകൂടി വെളിവാക്കുന്ന ഭാഗം അതിനുശേഷം പിണറായി പറയുന്നുണ്ട്. ആ ഭാഗം കൂടി നമുക്ക് കേൾക്കാം. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കു തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ മാതൃകവന്യ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിൽ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. ഇതിൽ പിണറായി പറഞ്ഞ മുൻ അനുഭവങ്ങൾ അത് എല്ലാവർക്കും ഒരുപക്ഷെ ആരും മറന്നു കാണില്ല. അനുഭവങ്ങൾ അത് എന്തൊക്കെയാണ്? അത് ഒന്ന് സാന്റിയാഗോ മാർട്ടിൻ, ചാക്ക് രാധാകൃഷ്ണൻ എന്ന VM രാധാകൃഷ്ണനുമായിട്ടുണ്ടായിരുന്ന പിയുടെ വിവാദം, പിന്നൊന്ന് ഏറ്റവും ഒടുവിൽ ബന്ധു നിയമനം, അതിനുശേഷം ഇപ്പോഴും ചർച്ചകളിലുള്ള വൈദേകം റിസോർട്ട്. ഈ വിവാദങ്ങളിലെല്ലാം ഒരു വശത്ത് പി ജയരാജൻ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി അന്ന് ഒരു നടപടിയിലേക്കോ ഒന്നും കടന്നിട്ടില്ല. മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു, പക്ഷേ അത് തിരിച്ചു കൊടുത്തിരുന്നു. പക്ഷേ ആ കൂട്ടുകെട്ടൊക്കെ തെറ്റായിരുന്നു എന്നുകൂടി ഇപ്പോൾ പിണറായി വിജയൻ പറയുകയാണ്. തീർച്ചയായും കേരള രാഷ്ട്രീയം ഒരു കാലത്ത് മുഴുവൻ ചർച്ച ചെയ്തത് പി ജയരാജൻ ചെന്ന് ചാടുന്ന സൗഹൃദങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇത്തരം വിവാദങ്ങളായിരുന്നു. പി ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ ആയിരുന്നപ്പോഴാണ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 2 കോടിയുടെ നിക്ഷേപം സ്വീകരിച്ചു, 2 കോടി പത്രത്തിന് വേണ്ടി നിക്ഷേപം സ്വീകരിച്ചത്. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ ലിസ് എന്ന് പറയുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 1 കോടി കൈപ്പറ്റിയെന്ന ആരോപണം ഉയരുന്നത് ഇതേ സമയത്താണ്. ഇതൊക്കെ നടക്കുന്നത് 2007 ഈ 2007 നമ്മൾ മറക്കരുതാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് പിയുടെ ഏറെ വിവാദമായൊരു പ്രസംഗമാണ്. ഒരു പക്ഷേ സാധാരണ പാർട്ടി പ്രവർത്തകർക്കൊക്കെ ചങ്കി തന്നെ കൊണ്ടിട്ടുള്ള ഒരു പ്രസംഗം. ഈ വിപ്ലവം മണ്ണായ മൊറാഴിയിൽ വെച്ചാണ് പി അത് പറയുന്നത്. ഈ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി ബീഡിയും വലിച്ച് പരിപ്പോടയും തിന്ന് കുളിക്കാതെ നടന്ന് പാർട്ടി വളർത്തണമെന്നാണ് ചിലരുടെ വാശി എന്നൊക്കെയായിരുന്നു അന്ന് പി പറഞ്ഞത്. അതൊക്കെ സാധാരണ പ്രവർത്തകർക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ട്. ചിലരെ ഉന്നം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം പി പറഞ്ഞത്. അതായത് പാർട്ടിക്കും ഒരു മാറ്റത്തിന്റെ സമയമായി എന്ന് പി പറയുകയാണ്. നമ്മളിപ്പോൾ സംസാരിച്ചത് 2007, ഇനിയിപ്പോൾ 2012 വരാം. അന്ന് തിരുവനന്തപുരത്ത് ദേശാഭിമാനിയുടെ കോടികൾ വിലമതിക്കുന്ന ഭൂമി ഇതേ രാധാകൃഷ്ണന്റെ കമ്പനിക്ക് വിൽപ്പന നടത്തിയെന്നുള്ള ഒരു വിവാദം വരുന്നു. അതും അന്ന് വലിയ രീതിയിൽ ചർച്ച വരുന്നു. മാത്രമല്ല ഇതേ ആളുകൾ തന്നെ കഥാപാത്രങ്ങളായുള്ള വിവാദം പിന്നെയും വിടാതെ പിയെ പിന്തുടരുന്നുണ്ട്. CPMന്റെ ഒരു പ്ലീനം പാലക്കാട് നടക്കുകയാണ് 2013 നവംബറിൽ. അതേ ദിവസം ദേശാഭിമാനിയുടെ മുൻ പേജിൽ ഒരു പരസ്യം വരികയാണ് ആ പ്ലീനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട്. അതായത് പാർട്ടി പ്ലീനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിരവധി കേസുകളിൽ പ്രതിയായ രാധാകൃഷ്ണൻ്റെ ഉടമസ്ഥതയിലുള്ള സൂര്യ ഗ്രൂപ്പ് ഒരു പരസ്യം കൊടുക്കുകയാണ്. ആ പരസ്യം വന്നതും പി വഴിയാണ് എന്ന് പാർട്ടി കണ്ടെത്തുന്നു. ഒരുപാട് പഴി പാർട്ടിക്ക് അതിൽ കേൾക്കേണ്ടി വരുന്നുണ്ട്. അതും പ്രതിസ്ഥാനത്ത് അന്നുണ്ടായിരുന്നത് പി തന്നെയാണ്. അത് ഏറ്റവും രസം എന്താന്ന് വെച്ചാൽ ആ പ്ലീനത്തിൽ ഒരു സംഘടനാ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. സായിക്ക് ഓർമ്മയില്ലേ, നമ്മളുടെയൊക്കെ ഒരു കരിയർ തുടങ്ങുന്ന കാലത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിദ്യാർത്ഥികളായി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് ആ പ്ലീനത്തിൽ ഈ സംഘടനാ പ്രമേയം വരുന്നത്. ആ പ്രമേയം പറയുന്നത് എന്താണ്? പാർട്ടി അംഗങ്ങൾക്കുള്ള മാഫിയ ബന്ധം അവസാനിപ്പിക്കണം. മാഫിയ ബന്ധം അവസാനിപ്പിച്ചില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു അപജയം ഒരാൾക്ക് വരികയാണെങ്കിൽ, ഒരു പാർട്ടി അംഗത്തിന് വരികയാണെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു ആ സംഘടനാ പ്രമേയം. അതിന് നേർ വിപരീതമായിട്ടാണ് ആ പരസ്യം വന്നത്. ആ പ്ലീനത്തിൻ്റെ തന്നെ ശോഭ കെടുത്തുന്നതായിപ്പോയി എന്നാണ്
പാർട്ടി അന്നതിനെ വിലയിരുത്തിയത്. ആ കാലമൊക്കെ കഴിഞ്ഞ് പിന്നെ EP മന്ത്രിയായി വരുന്നു. അതിനുശേഷവും വിവാദം വിടാതെ പിന്തുടരുകയാണ്. ഒരുപക്ഷെ ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നൊരു മന്ത്രി കൂടിയാണ് ഈ ബന്ധു നിയമനത്തിൻ്റെ പേരിൽ. അത് PK ശ്രീമതിയുടെ മകനെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD ആയി നിയമിച്ചത് ജയരാജന് പിന്നീട് തിരിച്ചടിയാകുന്നു. ആ ബന്ധു നിയമനം PK ശ്രീമതിയുടെ മകന് മാത്രമായിരുന്നില്ല, മറ്റൊരു ബന്ധു കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടിക്കകത്ത് അത് വലിയ ചർച്ചയായി. ഒടുവിൽ EP ജയരാജന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു ഒന്നാം പിണറായി മന്ത്രിസഭയിൽ നിന്ന്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞുവെങ്കിൽ പോലും അതൊരു കളങ്കമായി തന്നെ അത് മാത്രമല്ല പിണറായി വിജയൻ എന്നും EP ജയരാജനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു, അത് നമുക്കറിയാം. അല്ലെങ്കിൽ മറ്റൊരാളാണ് ഈ സ്ഥാനത്തെങ്കിൽ ഇത്രയേറെ വിവാദങ്ങളിൽ ഒരു സ്ഥലത്ത് എപ്പോഴും ഒരു ഭാഗത്ത് എപ്പോഴും EP ജയരാജനാണ്. അന്നൊക്കെ പിണറായിയുടെ ആ സ്നേഹമായിരുന്നു EP ജയരാജൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത്. അതുവരെ താങ്ങായും തണലായും നിന്ന പിണറായി വിജയൻ കൈയൊഴിഞ്ഞു. ഈ ബന്ധു നിയമന വിവാദം വന്നതോടെ കൈയൊഴിഞ്ഞു എന്നൊരു ഫീൽ EP ജയരാജന് കാര്യമായി ഉണ്ടായി. പക്ഷേ പിന്നീട് EP മന്ത്രിസഭയിലേക്ക് തിരികെ എത്തുന്നുണ്ട്. പക്ഷേ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ EP ജയരാജന് ഇടം പിടിക്കാനായില്ല. LDF കൺവീനർ സ്ഥാനം കൊടുത്തു. നമ്മൾ വിചാരിക്കുന്നത് സ്വാഭാവികമായും LDF കൺവീനർ എന്നൊക്കെയുള്ളൊരു സ്ഥാനം കൊടുക്കുമ്പോൾ EP ഓക്കെ ആവുമെന്നാണ്. പക്ഷേ അതുണ്ടായില്ല. EPയുടെ തൃപ്തി EPക്ക് അപ്പോഴും തൃപ്തി ആയതുമില്ല. അതായത് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, അദ്ദേഹം ഇത്തവണ വീണ്ടും മത്സരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കുറേ അധികം മുതിർന്ന നേതാക്കൾ 2 തവണ മത്സരിക്കേണ്ടത് എന്നുള്ള തീരുമാനം വന്നപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചത് പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായ സംസ്ഥാന സെക്രട്ടറി പദം. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ പകരം MV ഗോവിന്ദനാണ് വന്നത്. പാർട്ടിക്കകത്ത് ഒരു പക്ഷേ EP-യേക്കാൾ ജൂനിയർ ആയിട്ടുള്ള MV ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് എത്തുമ്പോൾ അത് ജയരാജനെ സംബന്ധിച്ച് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ആ ഒരു നിരാശ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം എങ്ങനെയാണ് EP ജയരാജനും CPM-ഉമായിട്ടുള്ള ബന്ധം എന്നുള്ളത് നമ്മളൊക്കെ കാണുകയും ആ സമയത്തൊക്കെ വലിയ വാർത്തയായതുമാണ്. പാർട്ടി പരിപാടികളിൽ നിന്ന് അകന്നു നിൽക്കുന്നു, മാറി നിൽക്കുന്നു. ആ സമയത്ത് കൂടിയാണ് ശ്രീജ ഇന്നലെ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും ഒക്കെ പറയുന്ന ഈ ഒരു കൂടിക്കാഴ്ച നടന്ന ടൈമും ജയരാജൻ പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിന്ന സമയവും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഒന്ന് തന്നെയാണ്. ഇത് മാത്രമല്ല, EPക്ക് എപ്പോഴും ഇപ്പോൾ ആ നേരത്തെ പറഞ്ഞ പ്രസംഗത്തിൽ പറയുന്നത് പോലെ എന്നും ഇങ്ങനെ നടക്കേണ്ടവരാണോ പാർട്ടിക്കാർ എന്നൊക്കെ ചോദിക്കുമ്പോൾ EP അതിന് മുകളിലേക്ക് വളരാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. EP പരിപ്പുവട പ്രസംഗം നടത്തിയ അതേ മൊറാഴയിലാണ് EP ജയരാജനും കുടുംബത്തിനും ഒരു ആയുർവേദ റിസോർട്ട് ഉള്ളത്. ആ ആഡംബര ആയുർവേദ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം കേരള രാഷ്ട്രീയത്തെ എത്രത്തോളം പിടിച്ചു കുലുക്കിയെന്ന് നമുക്കറിയാവുന്നതാണല്ലോ. പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ EPക്ക് നിരന്തരം മറുപടി പറയേണ്ടി വന്നു ഈ വിവാദത്തിൽ. ഇനി പഴയതുപോലെ ആയിരിക്കില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്ര വലിയൊരു ആഘാതമാണ് EP ജയരാജൻ പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ ഈ വിവാദം വന്നപ്പോൾ തൊട്ട് നമ്മൾ പറയുന്നതാണ്, ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിന്റെ ഫോക്കസ് മുഴുവൻ ഈ ഒരു വിവാദത്തിലേക്ക് തിരിഞ്ഞു. ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇത് എത്ര വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയണമെങ്കിൽ ജൂൺ 4 വരെ കാത്തിരിക്കണം. കോൺഗ്രസിനെതിരെ എന്നും CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഈ കോൺഗ്രസ് നേതാക്കളുടെ BJP ബന്ധമാണ്. അല്ലെങ്കിൽ അവർ എല്ലായിടത്തും ഇപ്പം നമ്മൾ ഈ യാത്രയൊക്കെ ആയി പോകുമ്പോൾ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും എതിർ സ്ഥാനാർത്ഥികൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇന്നിവർ കോൺഗ്രസ് ആണ്, നാളെ BJP ആവില്ലെന്ന് ആര് കണ്ടു എന്നതാണ്. അങ്ങനെ ആ ഒരു വലിയ ആയുധത്തിൻ്റെ മുനയൊടിയുകയാണ് ഇന്നലത്തെ ഈ വിവാദത്തോടെ ചെയ്തത്. അത് വലിയ തിരിച്ചടിയാകുമെന്ന് പൂർണ്ണമായും ഉറപ്പായ സാഹചര്യത്തിൽ തന്നെയാണ് പിണറായി വിജയൻ ഇന്ന് ഇത്ര കടുത്ത സ്വരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ദിവസം EP ജയരാജനെ എതിരെ തിരിഞ്ഞത്. അതെ, അത് വോട്ടർമാർക്കിടയിൽ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൂടി കൊടുക്കുകയാണ് പിണറായി ചെയ്തത്. പാർട്ടി ഇത്തരം ചെയ്തികൾക്കൊപ്പമില്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം. പക്ഷേ ഇത് ഇവിടം കൊണ്ട് നിൽക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുറത്തു വരാനുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. കാരണം ഇവിടെ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. അവിടെ ഇനിയിപ്പോൾ ചർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇനി ഇതിൻ്റെ തുടർ വിവാദങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ വളരെ നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടി വരും. ഒന്നും കൂടിക്കാഴ്ച നടത്തിയാൽ സ്വാഭാവികമായും ഫോട്ടോയും അല്ലെങ്കിൽ വീഡിയോയും ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ K സുരേന്ദ്രൻ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ കാര്യം കൂടി നമ്മൾ അത് തമാശയായി തള്ളിക്കളയേണ്ടതായിരിക്കില്ല. കാരണം 1000 EP-മാർ CPM-ൽ ഉണ്ട്. ഒരു ഇതുപോലെ ചെറിയ ചർച്ചകൾ മാത്രമല്ല, ഇനിയും ഒരുപാട് ചർച്ചകൾ നടത്തിയവരുടെ വിവരങ്ങൾ പുറത്തു വരും. കുറേ അധികം ആളുകൾ ഇനിയും ഇങ്ങോട്ടേക്ക് വരാനുണ്ട് എന്നാണ് BJP-യുടെ നേതാക്കൾ ഇപ്പോൾ തന്നെ പറയുന്നത്. ഇപ്പോൾ K സുരേന്ദ്രൻ കൊട്ടിയ കൊട്ട് അത് വെറുതെ ആണോ, അതോ ഇനി ആരൊക്കെ പോകും, ആരൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇത്ര കടുത്ത
കടുത്ത സ്വരത്തിൽ പിണറായി വിജയൻ ഇ.പി. ജയരാജനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടി നടപടി ഇ.പി. ജയരാജനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നന്ദകുമാർ, BJP ഈ വിവാദത്തിൽ പാർട്ടിയും ഇന്ന് രാവിലെ പിണറായിയും കൈയൊഴിയുന്നതോടെ ഒരു നടപടി തന്നെയാണ് വരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമുക്ക് CPM-ന്റെ ഒരു ശീലം അറിയാം, ഒരു നടപടി തന്നെയാണ് വരുന്നത്. യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ സായി, ഇന്നത്തെ പിണറായിയുടെ പരസ്യ പ്രതികരണം നമുക്കറിയാം എങ്ങനെയാണ് CPM ഓരോ വിഷയത്തിലും പ്രതികരിക്കാറുള്ളത്. അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഒരു മുതിർന്ന നേതാവിനെതിരെ പ്രതികരിക്കുമ്പോൾ ഇന്നത്തെ പ്രതികരണം ഒരു പാർട്ടി നടപടിയല്ലേ. നമ്മൾ തുടക്കത്തിൽ പറയുന്ന പോലെ അതൊരു പരസ്യ ശാസനയാണ്. പാർട്ടിയിൽ നിലവിൽ പിണറായിയോളം തലപ്പൊക്കമുള്ള ഇ.പി. ജയരാജന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.